നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം സമാപിച്ചു. ചാലക്കുടി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ തൊഴിലാളികളോട് വോട്ടഭ്യർത്ഥന നടത്തി. വേനൽ മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീണു. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും 28 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം സമാപിച്ചു. സമാപന ദിവസത്തിൽ കൊടകര ജംഗ്ഷനിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും കൊട്ടിക്കലാശം അരങ്ങേറി. കൊടി തോരണങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പ്രവർത്തകർ ആഘോഷമാക്കി. ഇടതുപക്ഷ പ്രവർത്തകർ CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്തുനിന്നും പ്രകടനമായി വന്ന് ടൗണിൽ സ്ഥാനം പിടിച്ചു. UDF പ്രവർത്തകർ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ അടക്കം റോഡ് ഷോ നടത്തി ടൗണിൽ നിലയുറപ്പിച്ചു. കൊടകര പോലീസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ടൗണിൽ ഉണ്ടായിരുന്നത്. കൊടകര ടൗണിൽ UDFന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ടിൽ നൂറുകണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, പ്രനില ഗിരീശൻ, ബിജി ഡേവിസ്, VR രഞ്ജിത്ത്, ഡൽജിത്ത്, ഷീബ ജോഷി, KA ബാബു, ജോയ് ചെമ്പകശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചു. കമ്പനി ഗേറ്റിൽ നടന്ന പരിപാടിക്ക് INTUC നേതാക്കളായ പോൾ മംഗലൻ, ജസ്റ്റിൻ, ആഞ്ചലോ പൊന്തക്കൻ, കോൺഗ്രസ് നേതാക്കളായ എബി ജോർജ്, BO പൈലപ്പൻ, MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ കൊടകരയിൽ റോഡ് ഷോ നടത്തി. തൃശൂർ റോഡിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ടൗൺ ചുറ്റി മേൽപ്പാലം ജംഗ്ഷനിൽ സമാപിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, VM ആന്റണി, MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പള്ളി, പ്രനില ഗിരീശൻ, VR രഞ്ജിത്ത്, ജസ്റ്റിൻ, KA ബാബു, ജോയ് ചെമ്പകശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും 28 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിക്കും. ക്യാമ്പിൽ തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ഡോക്ടർമാർ പങ്കെടുത്ത് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യും. ക്യാമ്പിൽ പങ്കെടുക്കേണ്ടവർക്ക് കൊടകര കുറ്റിക്കാടൻ ബിൽഡിംഗ്സിൽ തുറന്നിട്ടുള്ള സ്വാഗത സംഘം ഓഫീസിൽ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ സൗഹൃദവേദി പ്രസിഡന്റ് TA രാജൻ ബാബു, രക്ഷാധികാരി P നാരായണൻകുട്ടി, സെക്രട്ടറി സണ്ണി ഏറ്റുമാനുകാരൻ, ട്രഷറർ തോമസ് കൂനൻ, ജോയിന്റ് സെക്രട്ടറി ശിവദാസൻ കുഴിക്കാട്ടിൽ, കമ്മിറ്റി അംഗം ജോൺസൺ മേനാച്ചേരി എന്നിവർ പങ്കെടുത്തു. സമന്വയുടെ 2ാമത്തെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് ഈ വരുന്ന ഏപ്രിൽ 28-ാം തീയതി രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ച് നടത്തുന്നത്. 28-ാം തീയതി ഈ ക്യാമ്പിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് അവറുകളാണ്. ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമൻ അവറുകളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ് അറിയിച്ചു. ഏപ്രിൽ 26 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്.
ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലും കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉൾപ്പെടുന്നത്. പോളിംഗിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. വേനൽ മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീണു. വെള്ളിക്കുളങ്ങര സ്വദേശി നെല്ലിക്കുന്നിൽ ബെന്നിയുടെ ഉടമസ്ഥതയിലുള്ള 500ഓളം കുലച്ച നേന്ത്രവാഴകളാണ് ഏതാനും ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിൽ നിലംപതിച്ചത്. ബെന്നി പാട്ടത്തിനടുത്താണ് വാഴകൃഷി ആരംഭിച്ചത്. ഏകദേശം 1.5 ലക്ഷത്തിലേറെ നഷ്ടം സംഭവിച്ചെന്ന് ബെന്നി പറയുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ മതബോധന വിദ്യാർത്ഥികൾക്കായി 3 ദിവസത്തെ ഗ്രേസ് ഫെസ്റ്റിന് തുടക്കമായി. ഫൊറോന വികാരി റവറന്റ് ഫാദർ ജേസൺ കരിപ്പായി ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, കൈക്കാരൻ ജോയ് വടക്കേത്തല, ഹെഡ്മാസ്റ്റർ ഡേവിസ് മംഗലൻ, PTA പ്രസിഡന്റ് ലിസൺ വടക്കേപ്പേടിക എന്നിവർ സംസാരിച്ചു. ബൈബിൾ അധിഷ്ഠിത ക്ലാസുകൾ, ഗെയിമുകൾ, ഗ്രൂപ്പ് മത്സരങ്ങൾ, ആരാധന എന്നിവ നടത്തി. കുട്ടികളിലെ മാനസിക സംഘർഷം കുറച്ച് സഹോദര സ്നേഹത്തിൽ വളരുന്നതിനും കൂട്ടായ്മ ജീവിതം ഊട്ടിയുറപ്പിക്കുന്നതിനും ഗ്രേസ് ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് നൊട്ടൻമൂല ആഴ്ചങ്ങാടൻ വർഗീസ് സിനി ദമ്പതികളുടെ മകൻ 15 വയസ്സുള്ള ക്രിസ്റ്റിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾ കളിക്കുന്നതിനിടെ താഴെ വീണ് കിടക്കുന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നുവെന്നും രക്തം ഛർദ്ദിച്ച നിലയിലായിരുന്നുവെന്നും വീട്ടുകാർ പറഞ്ഞു. ഉടൻ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കുട്ടിക്ക് ഫിറ്റ്സ് ഉള്ളതായി വീട്ടുകാർ പറഞ്ഞു. പള്ളിക്കുന്ന് അസംഷൻ CJM സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. SSLC പരീക്ഷാഫലം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത മരണം. സിൻഡ്രല്ല, സ്റ്റോവിൻ എന്നിവർ സഹോദരങ്ങളാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,650 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം സമാപിച്ചു. ചാലക്കുടി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ തൊഴിലാളികളോട് വോട്ടഭ്യർത്ഥന നടത്തി. വേനൽ മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീണു. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും 28 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.